ഇൻസ്റ്റഗ്രാം FB മുഴുവൻ എപ്സ്റ്റീൻ ഫയൽസ് കണ്ടന്റുകൾ കൊണ്ട് ആറാടുകയാണ്. ഓൺലൈൻ CIDമാർ AI ജനറേറ്റ് ചെയ്ത വീഡിയോസും ഫോട്ടോസും കൊണ്ട് നിറഞ്ഞൊഴുകുന്നു. ട്രംപ് ഒക്കെ പീഡനം ചെയ്യുന്നത് കണ്ട പോലെയാണ് ഓരോ വിവരണങ്ങൾ. സമ്പൂർണ്ണ സാക്ഷരതർ എന്ന് അഭിമാനിക്കുന്ന മലയാളികളെ ശരിക്കും വിഡ്ഢികളാക്കിക്കൊണ്ട് ഡോളർ അടിക്കുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. അത് പലപ്പോഴും മലയാളികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുവിധപ്പെട്ട എല്ലാ ലോക നേതാക്കളുടെയും പേര് എപ്സ്റ്റീൻ ഫയൽസിലുണ്ട്. അതിനർത്ഥം അവരെല്ലാം കുറ്റക്കാരാണെന്നല്ല. എപ്സ്റ്റീൻ ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ പരാമർശിക്കുന്ന പേരുകളാണ് 90%. ഉദാഹരണത്തിന് മോദിയെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ നോക്കാം. 2014 ലോക്സഭാ ഇലക്ഷനെ കുറിച്ചാണ് എപ്സ്റ്റീൻ പറയുന്നത്. സോണിയാഗാന്ധിക്ക് വിദേശത്ത് നിന്ന് ഉപദേശങ്ങൾ ലഭിച്ചിരുന്നു. ആദ്യമായാണ് 2 നേതാക്കൾ ഭരിക്കുമ്പോൾ ഒരാൾക്ക് ഇത്രയും മുൻതൂക്കം കിട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് മോദി ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കുടുംബ പാരമ്പര്യം കാക്കാനുള്ള കഴിവില്ല. 2019 ഇലക്ഷന് ശേഷം പറയുന്നത് മോദി ഇലക്ഷൻ ജയിച്ചു കയറി, എന്നാൽ മോദി ചൈനയുടെ കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്, US-ഉമായിട്ട് നല്ല ബന്ധം മോദി ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. മോദിയെ കൂടാതെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അനുരാഗ് കശ്യപ്, അംബാനി തുടങ്ങിയ നിരവധി ആളുകളുടെ പേരുകളുണ്ട് ഇതിൽ. രാഹുൽ ഗാന്ധി ഒരു കഴിവില്ലാത്തവൻ ആണെന്ന പരാമർശവും എപ്സ്റ്റീന്റെ ഫയലുകളിലുണ്ട്. Indian PM Modi took advice and danced and sang in Israel for the benefit of the US president. They had met a few weeks ago. It's worked എന്നൊരു സെന്റൻസ് ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി മോദി ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടിരുന്നു. ആ മീറ്റിംഗിന്റെ ഗുണകാര്യങ്ങളാൽ ഇസ്രായേൽ സന്ദർശനത്തിൽ മോദിയെ ആഹ്ലാദത്തോടെ കാണപ്പെട്ടു എന്നാണ്. അല്ലാതെ മോദി അവിടെ ട്രംപിന് വേണ്ടി ഡാൻസ് കളിച്ചു എന്നൊരർത്ഥമില്ല. ഡാൻസ് ആൻഡ് സാങ് എന്നത് ഒരു പ്രയോഗമാണ്. ഇംഗ്ലീഷിലെ ഈ പ്രയോഗം നമ്മുടെ രീതിയിൽ വിവർത്തനം ചെയ്യുമ്പോഴുണ്ടാകുന്ന തെറ്റിദ്ധാരണ യൂസ് ചെയ്യുന്നതാണ് ഇതിലെ ആരോപണം വരുന്നത്. നമ്മളും ആ പ്രയോഗം നടത്താറുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഇന്ത്യക്കാരെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആനന്ദ നൃത്തമാടി. ഇതിനൊക്കെ തന്നെയും സമാനമായിട്ടുള്ള ഒരു ഇംഗ്ലീഷിലെ പ്രയോഗം മാത്രമാണ് ഈ ഡാൻസ് ആൻഡ് സാങ് എന്നുള്ളത്. നമുക്കുണ്ടാവുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഓർമ്മ വരുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് 2014 ഇലക്ഷൻ സമയത്ത് കള്ളപ്പണത്തിന്റെ തോത് വ്യക്തമാക്കാനായി മോദി കള്ളപ്പണം പിടികൂടിയാൽ അതൊരു ഇന്ത്യക്കാരന് 15 ലക്ഷം വീതം കൊടുക്കാനും മാത്രം കാണുമെന്ന് പറഞ്ഞത് ഹിന്ദി അറിയാത്ത സൗത്ത് ഇന്ത്യക്കാർക്കിടയിൽ മോദി എല്ലാവർക്കും 15 ലക്ഷം വീതം നൽകാമെന്ന് പറഞ്ഞു എന്നാക്കി പ്രചരിപ്പിച്ചു. കള്ളപ്പണത്തിന്റെ തോത് തനിക്ക് മുൻപിലിരിക്കുന്ന കാണികൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി അത്തരത്തിലുള്ള ഒരു ഉദാഹരണം എടുത്തിട്ടത്. നിങ്ങളിൽ ഓരോരുത്തർക്കും 15 ലക്ഷം തരാൻ തക്കതായിട്ടുള്ള തുക വിദേശത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ അത് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ആവും എത്രമാത്രം വലിയ തുകയാണ് എന്നുള്ളത്. അത് പക്ഷേ 1 ലക്ഷം കോടിയുണ്ട്, 2 ലക്ഷം കോടി വിദേശത്ത് കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ 140 കോടി ജനങ്ങൾക്കും 15 ലക്ഷം വീതം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടാനുള്ള തുക അത്രയും ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഈ ഒരു ഫിഗർ കണക്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിശയോക്തി കലർത്തിയിട്ടുള്ള ഉദാഹരണങ്ങൾ രാഷ്ട്രീയക്കാർ മാത്രമല്ല സാധാരണ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വളച്ചൊടിച്ച് ഹിന്ദി അറിയാത്തൊരു നാട്ടിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്തി എന്തിനധികം പറയുന്നു. ഇപ്പോൾ 3 ടേം നരേന്ദ്രമോദി ഭരിച്ചതിന് ശേഷം ഈ അടുത്ത് പോലും അവസാനം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എങ്ങാണ്ടോ ഒരു പാലക്കാടുകാരനായിട്ടുള്ള വ്യക്തി ഈ 15 ലക്ഷമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടു. അതായത് ഈ ടെക്നോളജി ഇത്രയും വളർന്നു, ട്രാൻസ്ലേഷൻ വളർന്നു, നമുക്ക് മറ്റു പല രീതികളിലൂടെ കാര്യങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു. എന്നിട്ടും ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ലക്ഷം ഇടാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയും ചെയ്ത നേതാവ് എന്നുള്ള നിലയ്ക്ക് വിശ്വസിക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള മലയാളികൾ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. ഇംഗ്ലീഷും അതിന്റെ വിവർത്തനവും നേരിട്ടുള്ള വേർഡ് ടു വേർഡ് വിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പണി നമ്മുടെ സ്വന്തം ശശി തരൂരിനും കിട്ടിയിട്ടുണ്ട്. പണ്ട് വിമാനയാത്രക്കിടെ എക്കണോമി ക്ലാസ്സിനെ കാറ്റിൽ ക്ലാസ് എന്ന് വിളിച്ചത് വൻ വിവാദമായിരുന്നു. മാധ്യമങ്ങളടക്കം അതിനെ കന്നുകാലി ക്ലാസ് എന്നാക്കി അങ്ങേരെ എയറിൽ വിട്ടു. മിഡിൽ ക്ലാസ് ജനതയെ അപമാനിച്ച കുറ്റത്തിന് പുള്ളി മാപ്പ് പറയേണ്ടി വന്നു. ശരിക്കും അതൊരു ഇംഗ്ലീഷ് പ്രയോഗമാണ്. ഇരിക്കാനുള്ള സ്ഥലപരിമിതിയാണ് അതുകൊണ്ട് തരൂർ അർത്ഥമാക്കിയത്. പക്ഷെ അതല്ലാതെ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരെ ഒരിക്കലും തന്നെ കന്നുകാലികളുമായിട്ട് ഉപമിക്കുകയല്ല ശശി തരൂർ ചെയ്തത്. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് RRR സോങ്ങിന് കീരവാണി ഓസ്കർ വാങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അതായത് കാർപ്പന്റേഴ്സിനെ കേട്ടാണ് ഞാൻ വളർന്നത്, ഇന്ന് ഓസ്കറുമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്. ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് കാർപ്പന്റേഴ്സ് എന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ബാൻഡിനെ കുറിച്ചാണ്. പക്ഷേ നമ്മുടെ മാപ്രകൾ വാർത്ത കൊടുത്തത് ആശാരിമാരെ കേട്ട് വളർന്ന ഞാൻ ഇന്ന് ഓസ്കറുമായി നിൽക്കുന്നു എന്നായിരുന്നു. അതുപോലെ ഒരുപാട് അനവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച്. ഹോട്ട് ഡോഗ് കഴിച്ചു എന്നത് ദേശാഭിമാനി ചൂടൻ പട്ടിയെ തിന്നു എന്നെഴുതിയത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും.
അതുപോലെ തന്നെ പ്രിമാ ഫേസി, അതായത് പ്രഥമ ദൃഷ്ട്യ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പ്രഥമ ദൃഷ്ട്യ എന്നുള്ളത്, ഈ പ്രമാ ഫേസി എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ പേര് എന്നുള്ള നിലയ്ക്ക് അച്ചടിച്ചു വിട്ടത് മറ്റാരുമല്ല, മലയാളത്തിലെ മാധ്യമ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന മലയാള മനോരമയായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മനോരമ ഓൺലൈനോ മറ്റോ ആണ് അങ്ങനെ ചെയ്തത്. സോ പ്രബുദ്ധതയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും മഹാവിഡ്ഢിത്തമാണ്. ഈ വിഡ്ഢിത്തങ്ങളൊക്കെ വിശ്വസിക്കാനും ഇനി എത്രയൊക്കെ തിരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതേ വിഡ്ഢിത്തങ്ങൾ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കാനും യാതൊരു മടിയുമില്ലാത്തൊരു കൂട്ടമായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ എയുടെ കാലത്ത് കറുത്ത എനിക്ക് ലൈക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കൈയില്ലാത്ത എനിക്ക് ലൈക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെപ്സി കുപ്പിക്ക് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ, ഇതൊക്കെ തന്നെയും AI നിർമ്മിതമാണെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ തന്നെയും കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയധികം കമൻറ്റുകളാണ്. ഇവർക്ക് കൈയില്ലാത്തവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ, നിറമില്ലാത്തവർക്ക്, നിറമില്ല അങ്ങനെ പറയാൻ പാടില്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, അതായത് കുറച്ച് ഇരുണ്ട നിറമുള്ള ആളുകൾക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തുടങ്ങിയിട്ട് വേണ്ടുന്ന ബഹളമാണ് ഈ പറയുന്ന അക്ഷര വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മലയാളികൾ ഇവർക്കൊക്കെ തന്നെയും ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പെപ്സി കുപ്പി കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകൾ എന്ന് പറയുന്നത്. സോ അതിനെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. എപ്സ്റ്റീൻ ഒരു പവർ ബ്രോക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഇരുന്ന ആളുകളുടെ പേര് അയാളുടെ കോൺവെർസേഷനുകളിൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു മെയിലുകളിലെല്ലാം തന്നെയും പേര് വന്നു എന്നുള്ളതിനർത്ഥം ഇവരെല്ലാം തന്നെയും കുറ്റവാളികളാണെന്നോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നോ, ഈ പറയുന്ന എപ്സ്റ്റീന് മേൽ ആരോപിക്കപ്പെടുകയും അദ്ദേഹം കൺവിക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കുറ്റം ഈ മെയിലിൽ പേര് വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ തന്നെയും ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. അതിനും തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം മലയാളികളെങ്കിലും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്.